പ്രിയമുള്ളവരെ നമസ്കാരം. നാളെയാണ് ദിലീപിന്റെ അന്തിമ വിധി. ഒരുപാട് ഫാൻസ് ആൾക്കാരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം പറയുമ്പോഴത്തേക്ക് ദിലീപ് എന്നുള്ളൊരു വ്യക്തിനെ പേഴ്സണൽ അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ ഈ കേസ് ഏതാണ് ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളൊരു തെളിവ് ഇതുവരെ പ്രോസിക്യൂഷന് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് വല്ലാത്തൊരു ആശ്രയമായിരുന്നു ദിലീപ്. ഉദാഹരണത്തിന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനും അവർക്കൊക്കെ വല്ലാത്തൊരു ആശ്രയമായിരുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നത് ദിലീപ് എന്നൊരു വ്യക്തി ഇങ്ങനത്തെ ഒരു ചെറ്റത്ര പണിക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞ്. പിന്നെ പറയുമ്പോഴത്തേക്ക് മഞ്ജു വാര്യർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അത് തള്ളിക്കളയാൻ പറ്റുന്നുണ്ട്. മഞ്ജു വാര്യർ ഒന്നിച്ച് താമസിച്ച ഒരു വ്യക്തിയാണ്, ഭാര്യയായിരുന്നു, അവർക്കെല്ലാം സ്വഭാവം അറിയാമെന്നാണ് പറഞ്ഞത്. ഇത് ഒരു തെറ്റിദ്ധാരണന്റെ പേരിലാണ് ഈ പെണ്ണിന്റെ ബലാത്സംഗത്തിനെയും കൊട്ടേഷൻ കൊടുത്തതെന്ന് വെച്ച് മഞ്ജു വാര്യർ 2-3 പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്കും പറയുമ്പോഴത്തേക്ക് ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മഞ്ജു വാര്യർ ഏറ്റവും കൂടുതൽ ഇന്നും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ രസം കൂടിയത്, ഏറ്റവും കൂടുതൽ ലൈഫ് ഹാപ്പിയായ സമയമായിരുന്നു മഞ്ജു വാര്യർ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക്. മഞ്ജു വാര്യർ ഇപ്പം എൻ്റെ കൂടെ ഇല്ലാത്ത ഒരുപാട് കരച്ചോളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ബ്ലോഗർമാരും ന്യൂസുകാരും ഒരുപാട് ആൾക്കാർ ചാനൽക്കാരൊക്കെ ഈ ദിലീപ് നാളെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു ന്യൂസായി കിട്ടുന്നു. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. ദിലീപ് എന്നൊരു വ്യക്തി ഒരിക്കലും ജയിലിൽ കയറേണ്ട ആളല്ല. ഒരുപാട് ആൾക്കാർക്ക്, ഒരു പട്ടിണി പാവങ്ങൾക്കും ഒരുപാട് ആശ്രയമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അത് വേറൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് എത്രയോ തെറ്റ് കണ്ണടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു തെറ്റിനെ കണ്ണടിച്ച് ദിലീപേട്ടനെ മോചിതനാക്കണമെന്നാണ് എല്ലാവരും പ്രാർത്ഥന. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ കാണാം. നാളെ കൃത്യം 9:35 ഈ ഒരു കേസ് വിളിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം വരുമ്പോഴത്തേക്ക് ഒരു ശിക്ഷ കിട്ടുന്നെങ്കിൽ 12 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആൾക്കാരൊക്കെ ഒരു ഇതാക്കുന്നത്. അതുകൊണ്ട് മേൽക്കോടതി പോയാൽ ഒരു അപ്പീൽ കൊടുക്കാനുള്ളൊരു പരിപാടിയും കൂടിയാണ്. പക്ഷെ നാളെ ദിലീപേട്ടൻ അറസ്റ്റ് ചെയ്താൽ 1 വീക്കിൽ ഞാൻ മേൽക്കോടതിയിൽ പോയിട്ട് അപ്പീൽ കൊടുക്കും, റിലീസ് ചെയ്യുകയും ചെയ്യും. അത് വേറെ കാര്യമാണ്. ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ദിലീപ് വലിയ ഗുണ്ടയാണ്, ദിലീപ് വലിയൊരു ഇതാണൊക്കെ. അത് സിനിമയിൽ ചിലവ് ഗുണ്ടയച്ചോ റൗഡിയച്ചോ അടിച്ചോ പിടിച്ചോ ചെയ്തേക്കാം. അത് ചെണ്ട് കാരത്തി വിളിക്കുമ്പോഴത്തേക്കുള്ള സംഭവമാണ്. അത് ബാക്കി ഒരു കാര്യങ്ങൾ നോക്കുന്നില്ല. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ദിലീപേടാ നിങ്ങളുടെ കൂടെ അഡ്വക്കേറ്റ് നിസാർ അരിമലയുണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായി നമ്മൾക്കൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഞാൻ ഇവിടെ ഹാജരാക്കുന്നു. പിന്നെ ദിലീപേട്ടനെ എനിക്ക് നേരിട്ട് അറിയുമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മുമ്പൊക്കെ അറിയാം, കല്യാണരാമൻ എന്നുള്ളൊരു സിനിമയെ ചിത്രീകരണ സമയത്ത് ഞാനും ആ സമയത്ത് ഞാൻ ചെറുപ്പമായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഈ ദിലീപേട്ടൻ എനിക്ക് ചോക്ലേറ്റ് മേടിച്ച് തരികയും പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ അറിയുന്ന ഒരുപാട് മുമ്പ് അറിയാം. പിന്നെ നമ്മൾ സെറ്റിലർ ദുബായിലായതുകൊണ്ട് ഒരുപാട് ഇപ്പം മാറി നിൽക്കുകയാണ്. ഇപ്പം ഞാനാണിങ്ങനെ മലയാള സിനിമയിലൊന്നും ഇപ്പം ഞാൻ ഫോക്കസ് കൊടുക്കില്ല. ഇപ്പം നമ്മൾ ബിസിനസ്സിന് മാത്രമേ ഫോക്കസ് കൊടുക്കുള്ളൂ. പിന്നെ പറയുമ്പോഴത്തേക്കും ഞാനൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ദുബായിൽ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബിസി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയും ഇത്ര ലേറ്റ് ആയത്. ഓക്കെ, എന്നാൽ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.